ഈ പള്ളി ഒരു സലഫി മസ്ജിദായി അറിയപ്പെടുന്ന പള്ളിയാണ്. ഈ ഭവനത്തിൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ജുമഅയിലും ജമാഅത്തിലും പങ്കെടുക്കാം. കാരണം ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും സ്ത്രീകൾക്ക് പള്ളിയിലേക്ക് പ്രവേശനം കൊടുക്കാം, നമസ്കാരത്തിന് വരാം, ഇബാദാത്തുകൾക്ക് വരാം എന്ന് പരിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാനമായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്ത് കൊണ്ട് 150-ലധികം ഹദീസുകൾ കൊണ്ട് മുസ്ലിം ഉമ്മത്തിന്റെ മുന്നിൽ നമുക്ക് ബോധ്യപ്പെടുത്താൻ പറ്റുന്ന ഒന്നാണ്. മുൻഗാമികളായ ആളുകൾക്കും സ്ത്രീകൾക്ക് പള്ളിയിൽ പ്രവേശനം നൽകിയിരുന്നുവെന്നും അവർ ജമാഅത്തിൽ പങ്കെടുത്തിരുന്നുവെന്നുമാണ് ഞാൻ ഓതിവച്ച ആയത്ത് കൊണ്ട് മനസ്സിലാകുന്നത്. ഞാൻ ഓതിവച്ച ആയത്തിൽ എന്താണുള്ളത്? യാ മറിയം, അല്ലാഹു വിളിക്കുക. യാ മറിയം, മറിയം ബീവിയെ വിളിച്ചുകൊണ്ട് അല്ലാഹു തആല പറയാ. എന്താ പറഞ്ഞത്? യാ മറിയം ഉഖ്നുതി ലിറബ്ബിക് വസ്ജുദി. കണ്ടോ? സുജൂദ് ചെയ്യണം മറിയമേ നീ. വർക്കഈ, നീ സുജൂദ് ചെയ്യണം, റുകൂഅ് ചെയ്യണം. ആരുടെ കൂടെ? മഅർ റാക്കിഈൻ, റുകൂഉം സുജൂദും ചെയ്യുന്നവരുടെ കൂടെ. ഓ മറിയമേ, താങ്കൾ നീ സുജൂദിൽ ഏർപ്പെടണം, റുകൂഇൽ ഏർപ്പെടണം. ഈ ആയത്തിനെ വിശദീകരിക്കുന്ന സ്ഥലത്ത് പ്രിയപ്പെട്ടവരെ പണ്ഡിത ലോകം ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. അപ്പോ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത് മാത്രമല്ല, മറിയം ബീവി ജീവിച്ചത് തന്നെ പള്ളിയിലാണ്. മറിയം ബീവി ജീവിച്ചത് തന്നെ പള്ളിയിലാണ്. ആ മറിയം ബീവിക്ക് വേണമെങ്കിൽ ആ പള്ളിയുടെ മൂലയിൽ ഒറ്റയ്ക്ക് നമസ്കരിക്കാമായിരുന്നു. പക്ഷെ അല്ലാഹു ഖുർആനിൽ പറയുന്നത്, മറിയമേ, റുകൂഅ് ചെയ്യുന്നവരുടെ കൂടെ, സുജൂദ് ചെയ്യുന്നവരുടെ കൂടെ നീയും സുജൂദ് ചെയ്യണം, നീയും റുകൂഅ് ചെയ്യണം എന്ന് പറഞ്ഞതിനർത്ഥം എന്താ? അവിടുത്തെ ജമാഅത്ത് നമസ്കാരങ്ങളിൽ, പ്രാർത്ഥനകളിൽ മറിയമിനോട് പങ്കെടുക്കാനാണ് അല്ലാഹു തആല ഖുർആനിലൂടെ പറയുന്നത്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ധാരാളം വചനങ്ങൾ, ഞാൻ പറഞ്ഞു 150-ലധികം ഹദീസുകൾ. ഈ പള്ളിയിൽ വരുന്നവർ നിങ്ങളുടെ ഭാര്യമാരെ, നിങ്ങളുടെ ഉമ്മമാരെ, നിങ്ങളുടെ പെങ്ങന്മാരെ, നിങ്ങളുടെ പെൺകുട്ടികളെ പള്ളിയിലേക്ക് കൊണ്ടുവരുന്നവരാണ്, അല്ലെങ്കിൽ സമ്മതം കൊടുക്കുന്നവരാണ്. നിർബന്ധം അവർക്കില്ല. പിന്നെ എന്തിനാണ് ഈ ഖുതുബയിൽ ഇത് പറയുന്നത്? ഇപ്പോൾ സോഷ്യൽ മീഡിയ കുറെ കാലം ഈ വിഷയം ചർച്ച ചെയ്ത് അതൊന്ന് അവസാനിപ്പിച്ച് വീണ്ടും ഇപ്പോ ഗൗരവമേറിയ ചർച്ചയിലേക്ക് സോഷ്യൽ മീഡിയ ഈ വിഷയത്തിൽ കടന്നു പോകുന്നുണ്ട്. ഒരു തങ്ങളുടെ മകൾ സ്ത്രീകൾക്ക് പള്ളിയിലേക്ക് പോകാമെന്ന് പറഞ്ഞതിനെ തുടങ്ങി ഒരു ചാനൽ ചർച്ചയിൽ അറിയപ്പെട്ട തങ്ങളുടെ മകൾ സ്ത്രീകൾക്ക് പള്ളിയിൽ അവിടെ പ്രവേശനം കൊടുക്കണം എന്ന് പറഞ്ഞതിനെ തൊട്ട് 16 വയസ്സുള്ള പ്രായപൂർത്തിയെത്താത്ത ഒരു ചെറിയ കുട്ടിയുടെ വർത്തമാനത്തെ നിങ്ങൾ ചർച്ചക്കെടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടിയുടെ ഉപ്പയാകുന്ന തങ്ങൾ തിരുത്തു കൊടുക്കുകയാണ്. അതിനെ ചൊല്ലി സോഷ്യൽ മീഡിയകളിൽ, ചാനലുകളിൽ ചർച്ച നടക്കുന്നു. ഇവിടെ തങ്ങൾ തിരുത്തിയോ, തങ്ങളുടെ മകൾ സമ്മതം കൊടുക്കുന്നുവോ, ഒരു മൗലവി പറയുന്നോ, ഒരു മുസ്ലിയാർ പറയുന്നുവോ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഖാദി പ്രഖ്യാപിക്കുന്നുവോ, അതല്ലെങ്കിൽ ഏതെങ്കിലും മേഖാദികൾ പറയുന്നുവോ, എതിർക്കുന്നുവോ എന്നതല്ല ഇസ്ലാമിന്റെ വിഷയം. ഖുർആനും സുന്നത്തും എന്ത് പറഞ്ഞു? ഞാൻ ചില വചനങ്ങൾ പ്രമാണത്തിൽ നിന്ന് കേൾപ്പിക്കാം. ഈ വിഷയത്തിൽ നമ്മൾ ഈ വിഷയം പഠിക്കണം. നമ്മുടെ അയൽവാസികൾക്കും കുടുംബങ്ങൾക്കും ഈ വിഷയം പറഞ്ഞു കൊടുക്കണം. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന വചനത്തിൽ കാണാം, അന്ന റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഖാല ലാ തംനഉ ഇമാ അല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ അടിയാത്തുകളെ തടയരുത്. ചില റിപ്പോർട്ടിൽ പള്ളിയെ തൊട്ട് തടയരുത് എന്നാ. അപ്പൊ പണ്ഡിതന്മാർ പറയുന്നത്, ചാനൽ ചർച്ചയിൽ പറയുന്നത്, പള്ളിയിലേക്ക് സ്ത്രീകൾ വരരുത് എന്ന് ഞങ്ങൾക്കാർക്കും വാദമില്ല. അവർക്ക് വരാം, വരുന്നുണ്ടല്ലോ. പള്ളിയുടെ ഉദ്ഘാടന വേദിയിൽ ഞങ്ങൾ പള്ളിയിൽ അവരെ പ്രവേശിപ്പിക്കാറുണ്ട്. അതുകൊണ്ട് പള്ളിയിൽ സ്ത്രീകൾ വരരുത് എന്ന വാദം ഞങ്ങൾക്കില്ല. എന്നാൽ ഈ ഹദീസ് ശ്രദ്ധിച്ചോളൂ, ലാ തംനഉ ഇമാ അല്ലാഹ്, അല്ലാഹുവിന്റെ അടിയാത്തുകളെ നിങ്ങൾ തടയരുത്. എന്തിൽ നിന്ന്? അൻ യുസല്ലീന ഫിൽ മസ്ജിദി, പള്ളിയിൽ നമസ്കരിക്കുന്നതിനെ തൊട്ട് തടയരുത്. പള്ളിയിൽ വരുന്നതിനെ തടയരുത് എന്നല്ല, പള്ളിയിൽ അവർ നമസ്കരിക്കുന്നത് നിങ്ങൾക്ക് തടയാൻ അവകാശമില്ല എന്ന് അള്ളാഹുവിന്റെ പ്രവാചകനെ ഉദ്ധരിച്ച് മുത്തബിഉ സുന്ന എന്നറിയപ്പെടുന്ന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ, ആ മഹാനായ സഹാബിയാണ് ലോകത്തോട് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത് ഇബ്നു മാജ ഉദ്ധരിക്കുന്നുണ്ട്. മുസ്നദ് അഹ്മദിൽ 6395 ഹദീസായി, 4962 ഹദീസായി വ്യത്യസ്ത നമ്പറുകളിൽ ഈ ഹദീസ് കാണാൻ സാധിക്കും. എവിടെ? ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹിയുടെ മുസ്നദിൽ കാണാം, ഇബ്നു മാജ ഉദ്ധരിച്ച ഹദീസുകളിൽ കാണാം, ഇനിയും വേറെ ഹദീസുകളിൽ കാണാം. മറ്റൊരു റിപ്പോർട്ട് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തന്നെ
പറയുകയാണ്, റിപ്പോർട്ട് ചെയ്യുകയാണ്, അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, അവിടുന്ന് പറഞ്ഞു, പ്രവാചകനെ തൊട്ട് പറയുകയാണ്, ഉദ്ധരിക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇദസ്തഅദനകും നിസാഉകും ബില്ലൈലി, നിങ്ങളുടെ ഭാര്യമാർ, നിങ്ങളുടെ സ്ത്രീകൾ നിങ്ങളോട് അനുവാദം ചോദിച്ചാൽ, എപ്പോൾ? ബില്ലൈലി, രാത്രിയിൽ നിങ്ങളോട് നിങ്ങളുടെ ഭാര്യമാർ അനുവാദം ചോദിക്കുകയാണ്, ഇലൽ മസ്ജിദി, പള്ളിയിലേക്ക് പുറപ്പെടാൻ വേണ്ടി, ഫഅ്ദനൂ ലഹുന്ന, അവർക്ക് നിങ്ങൾ അനുവാദം കൊടുക്കണം. ആരാ പറയുന്നത്? ഇബ്നു ഉമർ റളിയല്ലാഹു പറയാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ പഠിപ്പിച്ചു, നിങ്ങളുടെ ഭാര്യമാർ രാത്രിയിൽ പള്ളിയിലേക്ക് പോവട്ടെ എന്ന് ചോദിച്ചാൽ ഫഅ്ദനൂ ലഹുന്ന, നിങ്ങൾ അവർക്ക് അനുവാദം കൊടുക്കണം. ആരാ ഉദ്ധരിക്കുന്ന ഹദീസ്? ഇമാം ബുഖാരിയാണ് ഉദ്ധരിക്കുന്നത്. അടുത്ത ഹദീസ് കേട്ടോളൂ, ലാ തംനഉൻ നിസാഅ, നിങ്ങൾ നിങ്ങളുടെ സ്ത്രീകളെ തടയരുത്, ഹുദൂലഹുന്ന, അവർക്കുമുണ്ട് ഓഹരി, അവർക്കുമുണ്ട് റോള്, അവർക്കുമുണ്ട് പങ്ക്, മിനൽ മസ്ജിദി, പള്ളിയിൽ നിന്നുള്ള അവരുടെ ഓഹരി നിങ്ങൾ തടയരുത്. എന്താണ് അവർക്ക് പള്ളിയിൽ നിന്നുള്ള ഓഹരി? പള്ളിയിൽ അവർക്ക് നിർവഹിക്കാനുള്ള പങ്ക് എന്താണ്? പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുക, നമസ്കരിക്കുക എന്നതാണ്. അത് നിങ്ങൾക്ക് തടയാൻ അവകാശമില്ല എന്ന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അടുത്ത ഹദീസ് ശ്രദ്ധിച്ചോളൂ, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇന്നി ലഅദ്ഖുലു ഫിസ്സലാത്ത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഞാൻ പള്ളിയിലേക്ക് നിസ്കാരത്തിലേക്ക് പ്രവേശിക്കാൻ സമയത്ത് ഫഉരീദു, ഞാൻ ഉദ്ദേശിക്കും, ഇത്വാലതഹ, ഈ നിസ്കാരം ഒന്ന് നീട്ടി നിസ്കരിക്കണം, ഒന്ന് ദീർഘമായി നിസ്കരിക്കണമെന്ന് ഞാൻ വിചാരിക്കും. പക്ഷേ ഫഅസ്മഉ ബുകാഅ അസ്സബി, കുട്ടികളുടെ കരച്ചിൽ ഞാൻ കേൾക്കും. ആ കുട്ടിയുടെ കരച്ചിൽ ആ ഉമ്മക്ക് പ്രയാസമുണ്ടാക്കും. കണ്ടോ, കുട്ടി ഒറ്റക്ക് വന്നതല്ല, ആ കുട്ടിയുടെ കരച്ചിൽ കുട്ടിയുടെ ഉമ്മക്ക് പ്രയാസമുണ്ടാക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ആ നമസ്കാരത്തെ ചുരുക്കും. ആരാ പറയുന്നത്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ആ പ്രയോഗം. ഫഅതജവ്വസു മിമ്മാ അഅലമു മിൻ ശിദ്ദതി വജ്ദി ഉമ്മിഹി മിൻ ബുഖാഇഹി, ആ കുട്ടിയുടെ കരച്ചിൽ ആ കുട്ടിയുടെ ഉമ്മാക്ക് പ്രയാസമുണ്ടാക്കുമെന്ന നിലക്ക് ഞാൻ നീട്ടി നമസ്കരിക്കാൻ വിചാരിച്ച നമസ്കാരത്തെ ഞാൻ ചുരുക്കുമെന്ന് പറയുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി കേരളത്തിലെ മുസ്ലിങ്ങളിൽ ഭൂരിപക്ഷ മുസ്ലിങ്ങൾ ഏത് മദ്ഹബിന്റെ ആളുകളാ? ഈ പള്ളിയിൽ വന്ന ആളുകള് സലഫി പള്ളിയിലേക്ക് വരുന്നവരും ഈ ആദർശത്തെ ഉൾക്കൊള്ളാൻ ഉദ്ദേശിക്കുന്നവരും തൗഹീദ് മനസ്സിലാക്കിയവരും ശിർക്കിൽ നിന്ന് മാറി നിൽക്കുന്നവരുമൊക്കെ ആവാനാണ് 99% സാധ്യതകൾ ഉള്ളത്. അല്ലാത്ത ആളുകളും വന്ന് കേൾക്കും, കാര്യങ്ങളെ കേട്ട് പഠിച്ചു മനസ്സിലാക്കും. അങ്ങനെ മാറി വന്നവരാണ് കേരളക്കരയിലെ മഹാഭൂരിപക്ഷ സലഫി പ്രവർത്തകന്മാരും. അള്ളാഹു കൂടുതൽ പഠിക്കാനുള്ള തൗഫീക്ക് മുസ്ലിം ഉമ്മത്തിന് നൽകുമാറാകട്ടെ. ഞാൻ പറയുന്നത്, ഷാഫി മദ്ഹബ് എന്ന് പറയുന്ന കേരളത്തിലെ മഹാഭൂരിപക്ഷ മുസ്ലിങ്ങൾ അംഗീകരിക്കുന്ന മദ്ഹബിലെ അഭിപ്രായം എന്താ? സ്ത്രീകൾ പള്ളിയിൽ വന്നാൽ, ജുമഅയിൽ പങ്കെടുത്താൽ ഷാഫി മദ്ഹബിന്റെ അഭിപ്രായം എന്താ? അതാണല്ലോ പറയാ, ഞങ്ങൾ ഷാഫി മദ്ഹബിന്റെ ആളുകളാണ്. എന്നാ കേട്ടോളൂ, ഫഖദ് നഖല ഇബ്നുൽ മുൻദിർ വഗൈറുഹു, ഇത് പറയുന്നത് ആരാന്നറിയോ? രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി, വലിയ പണ്ഡിതനാണ്. ലോകം അദ്ദേഹത്തെ വിളിച്ചത് രണ്ടാം ഷാഫി എന്നാണ്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി വലിയ പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ പേരിൽ രണ്ടാമത്തെ ഷാഫി എന്ന് പേര് വിളിക്കുന്ന അൽ-അദ്ഖാർ എന്ന് പറയുന്ന പ്രസിദ്ധമായ ഗ്രന്ഥം, അത് അപ്പുറമുള്ള ധാരാളം ഇൽമ ലോകത്തിന് സമ്മാനിച്ച ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഇജ്മാ ഉണ്ട്. എന്താ ഇജ്മാ എന്ന് പറഞ്ഞാൽ? ഞങ്ങൾക്കിടയിൽ, പണ്ഡിതന്മാർക്കിടയിൽ ഐക്യകണ്ഠേനയുള്ള അഭിപ്രായമാണ്. അഭിപ്രായ വ്യത്യാസമില്ലാതെ ഒരുമിച്ച് പ്രഖ്യാപിക്കുകയാണ്. എന്താ പ്രഖ്യാപിക്കുന്നത്? ഫഖദ് നഖല ഇബ്നുൽ മുൻദിർ വഗൈറുഹു അൽ ഇജ്മാഅ അലാ അന്നഹ ലൗ ഹളറത് വസ്വല്ലത്തിൽ ജുമുഅ, ഒരു സ്ത്രീ ജുമുഅക്ക് വന്നു, ജുമുഅക്ക് ഹാജരായി, വസ്വല്ലത്തിൽ ജുമുഅ, ജുമുഅ നമസ്കരിച്ചു, ജാസ, അവളുടെ ജുമുഅ ജായിസാണ്, അനുവദനീയമാണ്. ആരാ പറയണത്? ഷാഫി മദ്ഹബ്. എന്തുകൊണ്ട് എന്നുകൂടി അദ്ദേഹം പറയുന്നു. പണ്ഡിത ലോകത്തെ ഐക്യകണ്ഠേനമുള്ള അഭിപ്രായമായി ഇമാം നബവി, പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് അങ്ങനെ അവൾക്കത് അനുവദനീയമാണ് എന്ന് പറയാനുള്ള കാരണം, വഖദ് സബതത്തിൽ അഹാദീസു സ്വഹീഹ, ധാരാളം കുറ്റമറ്റതായ ധാരാളം ഹദീസുകൾ വന്നിട്ടുണ്ട്. ആ പ്രയോഗം നോക്ക്, വഖദ് സബതത്തിൽ അഹാദീസു സ്വഹീഹ അൽ മുസ്തഫീല,
ഒരാൾക്കും കുറ്റപ്പെടുത്താൻ പറ്റാത്ത വിധത്തിലുള്ള സ്ഥിരപ്പെട്ട സ്വഹീഹായ ഹദീസുകൾ വന്നിട്ടുണ്ട്. എന്താ വന്നത്? അന്നൻ നിസാ, സ്ത്രീകൾ തീർച്ചയായും കുന്ന, അവരായിരുന്നു, യുസല്ലീന, അവർ നമസ്കരിച്ചവരായിരുന്നു, ഖൽഫ റസൂലില്ലാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ പിറകിൽ നിന്നുകൊണ്ട്, ഫീ മസ്ജിദിഹി, വീട്ടിലല്ല, ഫീ മസ്ജിദിഹി, മുത്തുനബിയുടെ പള്ളിയിൽ നബിയുടെ പിറകിൽ നിന്നുകൊണ്ട്, ഖൽഫ റിജാലി, പുരുഷന്മാരുടെ പിറകിലായിക്കൊണ്ട് ആ കാലഘട്ടത്തിൽ സ്ത്രീകൾ നമസ്കരിച്ചവരായിരുന്നു എന്നത് സ്വഹീഹായ കുറ്റമറ്റതായ ധാരാളം ഹദീസുകളിൽ വന്നതുകൊണ്ട് ആ സ്ത്രീകൾക്ക് ജുമഅയിൽ പങ്കെടുത്താൽ അവരുടെ ജുമഅ അനുവദനീയമാണ്, അവർക്കത് ഹലാലാണ്, അവർക്കത് ജായിസാണ് എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല എന്ന് ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി. കണ്ടോ, ഇത് എത്ര ക്ലിയർ ആയിട്ട് അതെവിടെ പ്രഖ്യാപിക്കുന്നത്? ശറഹുൽ മുഹദ്ദബിലാണ്. ഷാഫി മദ്ഹബിലെ കേരളക്കരയിലെ വലിയ വലിയ പള്ളികളിൽ ദർസ് നടക്കുന്ന സ്ഥലങ്ങളിൽ വലിയ പണ്ഡിതന്മാർ വായിച്ചു കൊടുക്കുന്ന, ഓതിക്കൊടുക്കുന്ന പ്രസിദ്ധമായ ശറഹുൽ മുഹദ്ദബിലാണ് ഇമാം നബവിയുടെ ഈ പണ്ഡിത ലോകത്തിന്റെ ഇജ്മാഇന്റെ ഖൗല് കിടക്കുന്നത്. അനുവദനീയമാണ് എന്ന് മാത്രമല്ല, അതിന് ബലം നൽകുന്ന ധാരാളം ഹദീസുകൾ വന്നിട്ടുണ്ട്. ഇനി ഒരു ഹദീസ് കൂടി നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. അൻ ആയിഷ റളിയല്ലാഹു അൻഹ ഖാലത്ത്, ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുകയാണ്, കുന്ന നിസാഉൽ മുഅ്മിനാത്തി, സാധാരണ നമ്മുടെ വീട്ടിലെ നമ്മുടെ ഉമ്മ ചിലപ്പോൾ പള്ളിയിലേക്ക് നിങ്ങളൊന്ന് വന്നോളൂ, ഖുത്ബ കേട്ടോളൂ എന്ന് പറഞ്ഞാൽ ഉമ്മ ചോദിക്കുന്ന ചോദ്യമുണ്ട്, പണ്ഡിതന്മാർ പഠിപ്പിച്ചു കൊടുത്തതാണ്. ഐഷ ബീബി പള്ളിയിൽ പോയതിന്റെ തെളിവെവിടെ? ഹഫ്സ ബീബി റളിയല്ലാഹു അൻഹ പള്ളിയിൽ പോയതിന്റെ തെളിവെവിടെ? ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പള്ളിയിൽ പോയതിന്റെ തെളിവെവിടെ? ഓരോരുത്തരുടെ പേരിലും ഇങ്ങനെ തെളിവ് കാണിച്ചു കൊടുക്കണം. എന്നാൽ ഐഷ ബീബി റളിയല്ലാഹു അൻഹ നമ്മുടെ ഉമ്മ പറയുകയാണ്, കുന്ന നിസാഉൽ മുഅ്മിനാത്ത്, മുഅ്മിനാത്തുകളായ സ്ത്രീകളായിരുന്നു, യഷ്ഹദിന, അവർ വരുമായിരുന്നു, പങ്കെടുക്കുമായിരുന്നു, സാക്ഷിയാകുമായിരുന്നു, മഅ റസൂലില്ലാ, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ. ഏത് നിസ്കാരത്തിനെന്നറിയോ? സ്വലാത്തൽ ഫജ്രി, സ്വലാത്തൽ ഫജ്രി, സുബഹി നമസ്കാരത്തിന് അവർ വരും. എങ്ങനെയാണ് അവർ വരിക? മുതലഫിആത്തിൻ ബിമുറൂതിഹിന്ന, അവർ മൂടുപടം പുതച്ചുകൊണ്ട്, മൂടി പുതച്ചുകൊണ്ടാണ് അവർ വരിക. ثم ينقلبن الى بيوتهن حين يقضين الصلاه, നമസ്കാരം കഴിഞ്ഞ ഉടനെ അവരവരുടെ വീടുകളിലേക്ക് മടങ്ങിപ്പോകുമായിരുന്നു. ലാ യഅരിഫുഹുന്ന അഹദും മിനൽ ഗലസ്, ഇരുട്ടുകൊണ്ട് അവരെ ആർക്കും തിരിച്ചറിയുമായിരുന്നില്ല. ഇതിലും വലിയ തെളിവ് എന്താ വേണ്ടത്? സുബൈക്ക് മുഅ്മിനാത്തുകളായ സ്ത്രീകൾ പള്ളിയിൽ വരുമായിരുന്നു, മൂടിപ്പൊതച്ചിട്ടാണ് വരിക. നിസ്കാരം കഴിഞ്ഞ ഉടനെ അവരവരുടെ വീടുകളിലേക്ക് മടങ്ങിപ്പോകും. ഇരുട്ടുകൊണ്ട് അവരെ ആർക്കും തിരിച്ചറിയുമായിരുന്നില്ല. ഇത് കേട്ടാൽ പണ്ഡിതന്മാർ, വലിയ കേരളത്തിൽ അറിയപ്പെടുന്ന, ഞാനൊരു ഖുത്ബയിൽ അങ്ങനെ പേരൊന്നും എടുത്തു പറയാൻ ആഗ്രഹിക്കണില്ല, ഒരു അറിയപ്പെട്ട പണ്ഡിതൻ പറഞ്ഞ എന്തായാലും, ഒരു വലിയ പ്രസ്ഥാനത്തിന്റെ അമരക്കാരൻ പറഞ്ഞത്, ഈ ഹദീസൊക്കെ ഞങ്ങളും കണ്ടിട്ടുണ്ട്, ഞങ്ങൾ പഠിച്ചതുമാണ്, ഞങ്ങൾ കുട്ടികൾക്ക് ഓതിക്കൊടുത്തതുമാണ്. പക്ഷെ ഈ ഹദീസിന്റെ വിവക്ഷ നിങ്ങൾ പറയുന്നത് പോലെയല്ല. പിന്നെന്താ വിവക്ഷ? അത് വീട്ടിന്റെ ഉള്ളിൽ നിസ്കരിക്കാൻ വേണ്ടി റൂമുണ്ട്, ആ റൂമിൽ നിസ്കരിച്ച കഥയാണ് ഈ പറയുന്നത്. അപ്പൊ പിന്നെ നബിയുടെ കൂടെ അവര് എന്തൊക്കെ ഹദീസിൽ യഷ്ഹദിന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സ്വലാത്തൽ ഫജ്രി, സുബഹി നമസ്കാരത്തിന് എങ്ങനെ? മുതലഫിആത്തിൻ ബിമുറൂതിഹിന്ന, മൂടി പുതച്ചവരായി വരുന്നു. സുമ്മ, പിന്നെ യൻഖലിബിന ഇലാ ബുയൂതിഹിന്ന, അവരവരുടെ വീടുകളിലേക്ക് മടങ്ങിപ്പോകുന്നു. എപ്പോ? ഹീന യഖ്ളീന സ്വലാ, നമസ്കാരം കഴിഞ്ഞ ഉടനെ. ലാ യഅരിഫുഹുന്ന അഹദും മിനൽ ഗലസ്, ഇരുട്ടുകൊണ്ട് അവരെ തിരിച്ചറിയുമായിരുന്നില്ല. ആർക്ക്? വീട്ടിന്റെ ഉള്ളിൽ ആരുണ്ടാവുക? ഒന്നില്ലെങ്കിൽ ഭർത്താവ്, അല്ലെങ്കിൽ വാപ്പ. അപ്പൊ നമ്മളൊരു വീടുണ്ടാക്കി, അന്നൊക്കെ ഈത്തപ്പന ഓല കൊണ്ട് മറച്ചുണ്ടാക്കിയ വീടാ, അത് ചെറിയ ചെറിയ വീടുകളാണ്, അതല്ലെങ്കിൽ മണ്ണ് കുഴച്ചുണ്ടാക്കുന്ന വീടാണ്. ആ വീട്ടിന്റെ ഉള്ളിൽ നിസ്കരിക്കാൻ ഒരു റൂമുണ്ട് എന്ന് വിചാരിച്ചോളൂ. ആ റൂമെന്ന് പുറത്തിറങ്ങി ബെഡ്റൂമിലേക്ക് ഇറങ്ങി ഉമ്മ, അല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കണ കിച്ചണിലേക്ക് പോയി ഉമ്മ. അപ്പൊ വാപ്പ ചോദിച്ചു, ഉമ്മ എവിടെയാണ്? അപ്പൊ മക്കൾ പറയാം, നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് പോയി പറയോ. നിസ്കാരം കഴിഞ്ഞ് അവർ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. ഇരുട്ടുകൊണ്ട് പോലെ ആർക്കും തിരിച്ചറിയുമായിരുന്നില്ല. ആർക്ക്? ഭർത്താവിനും വാപ്പാക്കും. ഭർത്താവിനും വാപ്പാക്കും. ഇത് ചിന്തിക്കേണ്ട. ഈ പ്രയോഗം എന്താണ്? മൂടി പൊതച്ചവർ വരും നിസ്കരിക്കാൻ സുബഹിക്ക്. നിസ്കാരം കഴിഞ്ഞ ഉടനെ എന്താ? ഇരുട്ട് മാറുന്നതിന് മുമ്പ് പോകാനാണ് നിസ്കാര പ്രയോഗം. നോക്ക്, ഹീന യഖ്ളീന സ്വലാ, നമസ്കാരം കഴിഞ്ഞ ഉടനെ. പിന്നെ അവരവിടെ കൂടുതൽ സമയം നിൽക്കൂല, കാരണം ഇരുട്ട് മാറുന്നതിന് മുമ്പ് വീട്ടിലേക്ക് തിരിച്ചെത്താനാണ്. അപ്പൊ വീട്ടിന്റെ ഉള്ളിലാണെങ്കിൽ എന്തിനാണ് ഇരുട്ട് മാറുന്നതിന് മുമ്പ് വേഗം കിച്ചണിലേക്ക് പോണത്, ബെഡ്റൂമിലേക്ക് പോണത്? അവര് നിസ്കാരത്തിന്റെ റൂമെന്ന് ആകെ ചെറിയ വീട്ടിന്റെ ഉള്ളിലേക്ക് ഇറങ്ങുമ്പോ ഇരുട്ടുകൊണ്ട് അവരെ തിരിച്ചറിയുമായിരുന്നില്ല എന്ന് പറയുന്നത് ആർക്ക് തിരിച്ചറിയുമായിരുന്നില്ല എന്നാണ് ഈ പറയുന്നത്?
അപ്പോ വെറുതെ ഈ പാവപ്പെട്ട മുസ്ലിം ഉമ്മത്തിനെ വളഞ്ഞു മൂക്ക് പിടിപ്പിക്കുവാനുള്ള പരിശ്രമം പണ്ഡിത ലോകത്തിന് ഭൂഷണമല്ല. അതാരു പറഞ്ഞാലും തെറ്റാണ്. പ്രമാണങ്ങളിൽ ഒന്നല്ല. ഞാൻ പറഞ്ഞു 150-ലധികം ഹദീസുകളിൽ ഇവർക്ക് സ്ത്രീകൾക്ക് ജമാഅത്തിനും ജുമഅക്കും വരാമെന്നത് പ്രമാണങ്ങളിൽ തെളിഞ്ഞുകിടക്കുന്നതാണ്. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുല്ലാ, വലിയ പണ്ഡിതനാണ്, ഷാഫി മദ്ഹബിലെ മഹാ പണ്ഡിതനാണ്. ആ പണ്ഡിതൻ പറയുന്നത് എന്താണ്? വഫിൽ ഹദീസ്, ഈ ഹദീസിൽ കേട്ടോളൂ, ഈ ഹദീസിൽ ഇസ്തിഹ്ബാബുൽ മുബാദറത്തി ബിസ്വലാത്തി സുബ്ഹി, സുബ്ഹി നേരത്തെയാക്കൽ സുന്നത്താണ് എന്ന് മനസ്സിലാക്കുന്നു. എന്ത്? ഈ ഹദീസിൽ ഇവർ നിസ്കാരം കഴിഞ്ഞ ഉടനെ മടങ്ങിപ്പോകുന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോ കുറെ വൈകിപ്പിക്കാതെ സുബ്ഹി വളരെ നേരത്തെ നമസ്കരിക്കൽ സുന്നത്താണ് എന്ന് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നു. പണ്ഡിതൻ പറയാ ഫി അവ്വലിൽ വക്തി, അതിന്റെ ആദ്യ സമയത്തു തന്നെ നിസ്കരിക്കലാണ് സുന്നത്ത് എന്ന് മനസ്സിലാകുന്നു. 2, പിന്നെ ആ പണ്ഡിതന് മനസ്സിലായത് എന്താ? ഇബ്നു ഹജറുൽ അസ്ഖലാനിയാണ് പറയുന്നത് വജവാസു ഖുറൂജിൻ നിസാഇ, സ്ത്രീകൾക്ക് പുറപ്പെടാം എന്നും മനസ്സിലാകുന്നു. സ്ത്രീകൾക്ക് പുറപ്പെടൽ ജവാസ് അനുവദനീയമാണ് എന്നതും മനസ്സിലാകുന്നു. ഇലൽ മസാജിദി, പള്ളികളിലേക്ക് അവർക്ക് പോകാം. എന്തിന്? പള്ളി ഉദ്ഘാടനം കാണാനില്ല, ഉദ്ഘാടനത്തിന്റെ തലേ ദിവസം പള്ളി കാണാനില്ല. പിന്നെ ജവാസു ഖുറൂജിൻ നിസാഇ, സ്ത്രീകൾക്ക് പള്ളിയിലേക്ക് പുറപ്പെടാമെന്ന് ഇലൽ മസാജിദി, അതിന് അനുവാദമുണ്ട് എന്ന് മനസ്സിലാകുന്നു. എന്തിന്? ലിശുഹൂദി സ്വലാത്തി ഫിൽ ലൈലി, രാത്രി പോലും അവർക്ക് നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പോകാമെന്ന് കൂടി ഈ ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നു. ആരാ പറയുന്നത്? ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുല്ലാ. അപ്പൊ എത്ര ക്ലിയറാ! ഇനി പണ്ഡിതന്മാർക്ക് പറയാനുള്ള എന്താ അറിയോ? ഇതൊക്കെ ഉണ്ട്, ശരിയാണ്. സ്ത്രീകൾ പള്ളിയിൽ പോയിരുന്നു, അവർ ജമാഅത്തിൽ പങ്കെടുത്തിരുന്നു, അവർ ജുമഅയിൽ പങ്കെടുത്തിരുന്നു. പക്ഷേ ഹിജാബിന്റെ ആയത്തിറങ്ങിയിട്ട് പോയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ട് പിന്നെ ആയത്തിറങ്ങോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി, മരിച്ചു, ലോകത്ത് നിന്ന് വിട പറഞ്ഞു, പിന്നെ ആയത്തിറങ്ങോ? ഇല്ലല്ലോ, പിന്നെ ഒരായത്തുണ്ടാവില്ലല്ലോ. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം എത്തിക്കാഫിരുന്നു. എത്തിക്കാഫ് ജുമഅ നടക്കുന്ന പള്ളിയിൽ വേണമെന്നാണ് ഈ എതിർക്കുന്ന ആളുകളുടെ അഭിപ്രായം. സാധാരണ നിസ്കാര പള്ളി പോലും പോരാ, പിന്നെ ജുമഅയുള്ള പള്ളി വേണമെന്ന. എങ്കിൽ ഹദീസിൽ നിന്ന് കേട്ടോളൂ നിങ്ങൾ. അത് ആരുദ്ധരിക്കുന്ന ഹദീസ? ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. ആരാ ഈ ഹദീസ് പറയുന്നത്? ആയിഷ ബിബി റളിയല്ലാഹു അൻഹയാണ് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. അൻ ആയിഷ റളിയല്ലാഹു അൻഹാ സൗജി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബിയുടെ പ്രിയപ്പെട്ട പത്നി നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് നിവേദനം ചെയ്യുകയാണ്. അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിരുന്നു കാന യഅ്തകിഫു, പ്രവാചകൻ ഇഅ്തികാഫിരിക്കുമായിരുന്നു. കാന യഅ്തകിഫു, പ്രവാചകൻ ഇഅ്തികാഫിരിക്കുമായിരുന്നു. എപ്പോ? അൽ അശ്റൽ അവാഖിർ, അവസാനത്തെ 10 മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തികാഫിരിക്കും. മിൻ റമളാൻ, റമളാനിൽ അവസാനത്തെ 10. ഞാൻ പതുക്കെ പതുക്കെ ഓരോ പദവും വായിക്കുന്നത് അത് സ്പഷ്ടമായി മനസ്സിലാകാൻ വേണ്ടിയാണ്. ഹത്താ തവഫാഹു, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ടു പോകുന്നത് വരെ അവസാനത്തെ 10 പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തികാഫിരിക്കും. എന്നാൽ പ്രവാചകന്റെ വഫാത്തിന് ശേഷമോ സുമ്മ ഇഅ്തഖഫ അസ്വാജുഹു, മുത്തുനബിയുടെ ഭാര്യമാർ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ, നോക്കൂ ഈ പ്രയോഗം ശ്രദ്ധിച്ചോളൂ, സുമ്മ ഇഅ്തഖഫ അസ്വാജുഹു മിൻ ബഅദിഹി, മുത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം അവിടുത്തെ ഭാര്യമാർ ഇഅ്തികാഫിരിക്കുമായിരുന്നു. അപ്പൊ 10 ദിവസം ഇഅ്തികാഫിരുന്ന ഒരു ജുമഅ ഉണ്ടാവില്ലേ? കുറെ ജമാഅത്ത് ഉണ്ടാവില്ലേ? ളുഹ്റും അസ്റും മഗ്രിബും ഇശാഉം സുബഹിയും വരൂലേ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ടും മരണശേഷവും അവിടുത്തെ ഭാര്യമാർ ഇഅ്തികാഫിരിക്കാറുണ്ടായിരുന്നു എന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് ആയിഷ ബീബി റളിയല്ലാഹു അൻഹയാണ്. ലോകത്തെ അറിയിക്കുന്നത് മഹാനായ പ്രിയപ്പെട്ടവരെ പണ്ഡിതനായ ഹദീസിന്റെ ലോകത്ത് ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ മുസ്ലിം ഉമ്മത്ത് അഭിപ്രായ വ്യത്യാസമില്ലാതെ പറയുന്ന ബുഖാരി, മുസ്ലിം, ആ ബുഖാരിയിലാണ് ഇത് ഉദ്ധരിച്ചു വരുന്നത്. ഇനി പള്ളിയിൽ വരുന്ന സ്ത്രീകളുടെ സൊഫിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടോളൂ. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, ഖാല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറു സുഫൂഫിർ റിജാൽ, പുരുഷന്മാർക്ക് ഏറ്റവും നല്ല സൊഫ് അവ്വലുഹാ, സൊഫുകളിൽ ഏറ്റവും ആദ്യത്തെ സൊഫാണ്. വശർറുഹാ, പുരുഷന്മാർക്ക് സൊഫുകളിൽ ഏറ്റവും മോശമായ സൊഫ് ആഖിറുഹാ, ഏറ്റവും അവസാനത്തെ സൊഫാണ്. പള്ളിക്ക് ഒരാൾ വന്നു, അയാൾക്ക് പള്ളിയിൽ ഒന്നാമത്തെ സൊഫിൽ സ്ഥലമുണ്ടെങ്കിൽ അയാൾ വന്നിരിക്കേണ്ടത് ഒന്നാമത്തെ സൊഫിലാണ്. ജുമാഅത്ത് തുടങ്ങുന്നത് 12:30-ക്കാണ്. 11:45 ഒരാൾ വന്നു, 4 പോയിരിക്കും ഒരു മൂലക്കല്. അങ്ങനെയല്ല, 4 പോയിരിക്കും ബാക്കില്.
ഞാനൊക്കെ ബാക്കിൽ ഇരിക്കേണ്ട ഒരാളാണെന്ന് തോന്നാൻ പാടില്ല. ഒന്നാമത്തെ സൊഫാണ് ഏറ്റവും പുണ്യമുള്ള സൊഫ്. ഒന്നാമത്തെ സൊഫിൽ വലതുഭാഗമാണ് ഏറ്റവും പുണ്യമായ സൊഫ്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ഒന്നാമത്തെ സൊഫിന്റെ വലതുഭാഗത്തിന്റെ കൂലി നിങ്ങൾക്ക് ശരിക്കും മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തിക്കും തിരക്കും കൂടിയിട്ട് പള്ളിയിൽ നറുക്കെടുപ്പ് നടത്തേണ്ട അവസ്ഥ ഉണ്ടാകുമായിരുന്നു. പള്ളിയിൽ ഒന്നാമത്തെ സൊഫിലെ വലതുഭാഗത്തിന്റെ കൂലി ശരിക്കും മനസ്സിലായിട്ടുണ്ടെങ്കിൽ എല്ലാവരും വലതുഭാഗം കിട്ടാൻ വേണ്ടി തിരക്കൂടും. അപ്പൊ പറയാം, അവിടെ നിൽക്കി, എല്ലാവരും ഒപ്പ വന്നതെങ്കിൽ നമുക്ക് നറുക്കിട, ഇവിടെ 5 ആൾക്ക് നിൽക്കാനേ സ്ഥലമുള്ളൂ, 5 നറുക്കിട എന്ന് പറഞ്ഞ് നിങ്ങൾ നറുക്കെട്ടെടുത്ത് ആ സൊഫിൽ സീറ്റ് പിടിക്കുമായിരുന്നു, നിങ്ങൾക്കതിന്റെ പ്രതിഫലം അറിയുമായിരുന്നെങ്കിൽ. അപ്പൊ പുരുഷന്മാർക്ക് ഏറ്റവും നല്ല സൊഫ് ഒന്നാമത്തെ സൊഫാണ്. അവർക്ക് ഏറ്റവും മോശമായ സൊഫ് ആഖിറുഹ, ഏറ്റവും അവസാനത്തെ സൊഫാണ്. വഖൈറു സുഫൂഫിൻ നിസാ, വീട്ടിന്റെ ഉള്ളിലത്തെ റൂമിൽ നിസ്കരിക്കണമെങ്കിൽ ഈ സൊഫിന്റെ കഥ എന്തിനാ പഠിപ്പിക്കണത്? എന്താ പറയണത്? വഖൈറു സുഫൂഫിൻ നിസാ, സ്ത്രീകൾക്ക് ഏറ്റവും നല്ല സൊഫ് ആഖിറുഹ, ഏറ്റവും അവസാനത്തെ സൊഫാണ്. വശർറുഹ, അവർക്ക് ഏറ്റവും മോശപ്പെട്ട സൊഫ് അവ്വലുഹ, ഏറ്റവും ആദ്യത്തെ സൊഫാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് ഇങ്ങനെ പുരുഷന്മാര് മുന്നിൽ, പിന്നെ കുട്ടികള്, പിന്നെ സ്ത്രീകളുടെ ഭാഗത്തുള്ള കുട്ടികള്, പിന്നെ മുതിർന്ന സ്ത്രീകൾ, അങ്ങനെയാണ് നിൽക്കുക. അവിടെയാണ് പഠിപ്പിക്കുന്നത്. ഒരു സ്ത്രീ ആദ്യം വന്ന് ഒന്നാമത്തെ സൊഫ് സീറ്റ് പിടിക്കുമ്പോൾ പുരുഷന്മാരുടെ നേരെ ബാക്കിലെ സൊഫാവും. അതുകൊണ്ട് നിങ്ങൾ ആദ്യം വരുന്നവർ ആദ്യം സ്ത്രീകൾ ബാക്കിലെ സൊഫിൽ ഇരുന്നോളൂ, അതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ല സൊഫ്. പുരുഷന്മാരെ, നിങ്ങൾ ആദ്യം വന്നാൽ നിങ്ങൾ ഒന്നാമത്തെ സൊഫിൽ സീറ്റ് പിടിച്ചോളി, അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഹൈറായ സൊഫ്. ഇതൊക്കെ എന്തിനാണ് പ്രിയപ്പെട്ടവരെ പഠിപ്പിച്ചു കൊടുത്തത്? ഇത്ര അധികം ഒരു ഖുതുബയില് ഇപ്പൊ നമുക്ക് ഒരു 150 ഹദീസ് ഉദ്ധരിക്കുക എന്നുള്ളത് സാധ്യമല്ല, അപ്രായോഗികമാണ്. ഞാനിവിടെ കുറേ പറഞ്ഞു. ഇനിയും എത്രയോ ഹദീസുകളുണ്ട്, എത്രയോ റിപ്പോർട്ടുകളുണ്ട്. എന്നിട്ടും ആളുകൾ ഇതിനെ എതിർക്കുന്നു. ഇസ്ലാമിന്റെ നിലപാട്, സ്ത്രീക്ക് പള്ളിയിൽ വരാം, അവർക്ക് നമസ്കരിക്കാം, അവർ നിങ്ങളുടെ അവരുടെ ഭർത്താക്കന്മാരോട് അനുവാദം ചോദിച്ചാൽ തടയാൻ പാടില്ല, തടയരുത് എന്ന് ഇസ്ലാമിന്റെ ഓർഡറാണ്. എന്നാൽ വലിച്ച് പള്ളിയിൽ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഈ ജുമാ ഖുത്ബയിൽ കേൾക്കുന്ന ഉപദേശങ്ങൾ അവർക്ക് കേൾക്കാം, അവർക്ക് പഠിക്കാം, അവർക്ക് മനസ്സിലാക്കാം. അതല്ലാത്ത വിജ്ഞാനപ്രദമായ ക്ലാസുകളിൽ അവർക്ക് വരാം. എന്നാൽ ഫിത്നയുടെ കാലം വന്നാൽ അവർക്ക് പുറത്തിറങ്ങാൻ പാടില്ല. എന്നാൽ ഇന്ന് പ്രിയപ്പെട്ടവരെ, എല്ലാ സ്ഥലത്തും സ്ത്രീകൾ വരുന്നില്ലേ? ഓട്ടോറിക്ഷയിൽ പോകുന്നില്ലേ? ബസ്സിൽ പോകുന്നില്ലേ? ട്രെയിനിലില്ലേ? ഫ്ലൈറ്റിലില്ലേ? മാർക്കറ്റിലില്ലേ? ഫിഷ് മാർക്കറ്റിലില്ലേ? വെജ് മാർക്കറ്റിലില്ലേ? റേഷൻ കടയിലില്ലേ? ഒരു ജാഥ റോഡിലൂടെ പോകുമ്പോ ആ നിസ്കാര കുപ്പായോ പറഞ്ഞിട്ടിട്ടല്ല, ആ മാക്സിറ്റ് ഓടി ഒന്ന് കാണുന്നില്ലേ? നബിദിന റാലി കാണാൻ വരുന്നില്ലേ? ഇനിയിപ്പോ നാളെ റിസൾട്ടാണ്, സ്ത്രീകളൊക്കെ റോഡിലുണ്ടാവില്ലേ? അവിടേക്കൊക്കെ പറഞ്ഞേക്കാം. ഭർത്താവിന്റെ കൂടെ, ആങ്ങളന്റെ കൂടെ, വാപ്പാന്റെ കൂടെ, മകന്റെ കൂടെ നട്ടുച്ചക്ക് ജുമയ്ക്ക് വന്ന ഫിത്തന ഉണ്ടോ? നമ്മളെ സ്ത്രീകൾ പുറത്തിറങ്ങിയ പ്രശ്നമുണ്ടോ? എവിടേക്കും പറഞ്ഞേക്കാൻ പാടില്ല. അവർ വീടിന്റെ ഉള്ളിൽ ഒതുങ്ങിയിരിക്കണം. അവരുടെ വീടിന്റെ ഉള്ളാണ് അവർക്ക് ഏറ്റവും ഹൈറ്. ഒരു തർക്കമില്ല ഇസ്ലാമിക ലോകത്ത്. എന്നാൽ എല്ലാ സ്ഥലത്തും സ്ത്രീകളുണ്ട്. അവർ പഠിക്കാൻ പോണ്, അവർ മാർക്കറ്റ് പോണ്, ആ പർച്ചേസിങ്ങിന് പോണ്, ടെക്സ്റ്റൈൽസിൽ പോണ്. റമദാനിലൊക്കെ ഷട്ടർ ആയിത്തലാണ്, തിരക്കുണ്ട്. പക്ഷെ ഭർത്താവിന്റെ കൂടെ, ബാപ്പാന്റെ കൂടെ, ആങ്ങളന്റെ കൂടെ, മകന്റെ കൂടെ ഒരു സ്കൂട്ടറിലോ ബൈക്കിലോ കാറിലോ നടന്നിട്ടോ പള്ളിക്ക് വന്നാൽ അവിടെ പോകരുത്. ഫിത്തിന. അതെന്താണ്? ആ ഫിത്തിന എന്താണ്? അത് ലോകത്തിന് അറിയണം. ഹറമിലെ ഇമാമുകളുടെ പ്രസംഗം അങ്ങനെ യൂട്യൂബിലൊക്കെ ഇടും, അവരും പറയുന്നുണ്ട്. കാരണം പള്ളിയിൽ പോയി പരിചയമില്ലാത്ത ആളുകൾ ഉംറയ്ക്ക് വരുന്നു, ഹജ്ജിന് വരുന്നു, അവിടെ സിയാറത്തിന് വരുന്നു. എന്നിട്ട് അവിടെ നിന്ന് വീഡിയോ എടുക്കാണ്, അവിടെ ഫോട്ടോ എടുത്ത് കളിക്കാണ്. ഇസ്ലാമികമല്ലാത്ത വേഷവിധാനങ്ങളിൽ ഹറമിന്റെ ഉള്ളിലേക്ക് കയറാണ്, മര്യാദയ്ക്ക് തട്ടമിടാതെ വരുന്നു. അപ്പൊ ഹറമിലെ ഇമാമുകൾ ഖുതുബയിൽ പറയും, ഇത് അള്ളാഹുവിന്റെ ഭവനമാണ്, പടച്ചവൻ ഏറ്റവും പരിശുദ്ധമാണ് എന്ന് പറഞ്ഞ ഹറമാണിത്. അതുകൊണ്ട് സ്ത്രീകളെ, നിങ്ങൾക്ക് ഇസ്ലാമികമായ മര്യാദയും മതവും പാലിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളിവിടെ വരരുത്. എത്രയോ വട്ടം പറയലുണ്ട്. അതിപ്പോ നമ്മൾ ഈ പള്ളിയെന്നും പറയും. ഇസ്ലാമികമായ പള്ളി എന്നല്ല, സ്ത്രീകൾക്ക് എവിടെ പുറത്തിറങ്ങി പോകുമ്പോൾ ഇസ്ലാമിന്റെ മര്യാദയുണ്ട്, അദബുണ്ട്, വേഷവിധാനങ്ങളുണ്ട്. അതല്ലാതെ മാർക്കറ്റിക്ക് വേറൊരു വേഷം, പള്ളിയിലേക്ക് വരുമ്പോൾ വേറെ ഡ്രസ്സ്, അങ്ങനെയില്ല. സ്ത്രീകൾക്ക് എപ്പോഴും ഇസ്ലാമികമായ മര്യാദയുണ്ടാകണം. മഹാരഥന്മാരായ പണ്ഡിതന്മാർ ഫത്ഹുൽ ബാരിയെ പോലെ ബുഖാരിയുടെ ശറഹിലൊക്കെ നമുക്ക് വായിക്കാൻ പറ്റുന്നത്, അന്നഹുന്ന കുന്ന യഹ്ജുജിന, അവർ സ്ത്രീകൾ ഹജ്ജിന് വരുമായിരുന്നു. വയതുഫ്ന, അവർ തവാഫ് ചെയ്യുമായിരുന്നു. വയഖ്റുജ്ന, അവർ പുറപ്പെടുമായിരുന്നു. ഇലൽ മസാജിദ്, പള്ളികളിലേക്ക്. എപ്പോ? ഫീ അഹ്ദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തിന് ശേഷവും.
അപ്പം പിന്നെ ഈ ഹിജാബിൻ്റെ ആയത്ത് അതൊക്കെ നമ്മൾ സാധാരണ സംസാരത്തിൽ ആളുകൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അതിനൊന്നും ഒരു വലിയ തർക്ക വിതർക്കം നടത്തി തെറ്റേണ്ട വിഷയമൊന്നുമില്ല. ഒരു സ്ത്രീക്ക് പള്ളിക്ക് വരാം. അപ്പോൾ വലിയ ഗണ്ഡന മണ്ഡനമൊക്കെ നടത്തുന്ന ഉസ്താദുമാർ വരെ ലാസ്റ്റ് പറഞ്ഞെന്താണെന്ന് വെച്ചാൽ കിളവികളായ പെണ്ണുങ്ങൾ പോയിക്കോട്ടെ എന്നാണ്. മനസ്സിലായില്ലേ? ഈ കിളവി അപ്പോൾ ഹദീസ് മാറുമോ? കിളവികൾ എന്ന് പറഞ്ഞാൽ എന്താ? പ്രായമായ സ്ത്രീകൾക്ക് പോകാം. അതിനോടെ ഹദീസ് പ്രായമായ പോകാന്നുള്ള ഇല്ല. എല്ലാത്തിനും ഒരൊറ്റ ഹദീസാണുള്ളത്. അപ്പോൾ ഈ കിളവിക്കും പോകാം, യുവതിക്കും പോകാം. ഇസ്ലാമിൻ്റെ മര്യാദ പാലിച്ചു പോകണം. നമ്മുടെ നാട്ടിലെ സ്ത്രീകളുടെ വേഷമൊക്കെ വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ തൃശ്ശൂരിലാണ് സ്ഥിരമായിട്ട് ഖുതുബ പറയേണ്ടത്. ഇടക്കിടക്ക് ലീവ് എടുക്കാറുണ്ട്. അവിടെ എൻട്രൻസ് കോച്ചിങ് ഒക്കെ നടക്കുന്ന ഒരുപാട് കോളേജുകൾ ചുറ്റുമുണ്ട്. അവിടെ ഞാൻ മിമ്പറിൽ പറയാറുണ്ട് ഇടക്കിടക്ക്. വ്യത്യസ്ത കോലത്തിൽ അവിടെ പെൺകുട്ടികൾ പള്ളിയിലേക്ക് വരും. ഞാൻ പറയും, വരരുത്. നിങ്ങൾ അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെടുന്ന, റബ്ബിന് ഇഷ്ടപ്പെടുന്ന, ദീനിന് ഇഷ്ടപ്പെടുന്ന വേഷവിധാനമില്ലാതെ ഈ പള്ളിയിലേക്ക് നിങ്ങൾ വരരുത് എന്നാണ് നമ്മളവിടെ പറയല്. എന്തിനാണ്? അപ്പം അത് മാത്രം എടുത്തിട്ട് പള്ളിക്ക് വരരുത് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാലോ? അതിൻ്റെ മര്യാദയും അദബും പാലിക്കാൻ പറ്റാത്ത ഒരാൾ പള്ളിയിൽ വരാൻ പാടില്ല. പള്ളിയിൽ നിന്നല്ല, പള്ളിക്ക് അങ്ങോട്ട് കയറുമ്പോൾ പർദ്ദ, പള്ളിയിൽ നിന്ന് പോകുമ്പോൾ പിന്നെ പാൻറ്റും ടീഷർട്ടൊക്കെ ഇട്ട് പോയാലോ? അങ്ങനത്തെ ഒരാൾ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടാൽ നമ്മൾ പറയും പള്ളിക്ക് വരരുതെന്ന് പറയും. അതിൻ്റെ അർത്ഥം പുറത്തേക്ക് അങ്ങനെ പോകാനാണോ? ആൺവേഷം കെട്ടുന്ന പെണ്ണിനെയും പെൺവേഷം കെട്ടുന്ന ആണിനെയും അള്ളാഹു ശപിച്ചു എന്നാണ്. അതുകൊണ്ട് പള്ളിക്ക് വരുന്ന അള്ളാഹുവിൻ്റെ ദീന് മനസ്സിലാക്കിയ ഈ പള്ളിയിൽ ജുമാക്ക് കൂടിയ ആളുകളോട് എനിക്ക് പറയാനുള്ളത്, പള്ളിയുമായി ബന്ധപ്പെട്ടതല്ല, നമ്മുടെയൊക്കെ ഭാര്യമാരുടെയും മക്കളുടെയും വേഷവിധാനങ്ങൾ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടതാണോ? അവിടെ ഗഡ്സില്ലേ ഭർത്താവിന്? നിങ്ങൾ പറഞ്ഞാൽ കേൾക്കൂലേ? നിങ്ങൾ പറഞ്ഞാൽ കേൾക്കാത്ത ഭാര്യയാണോ നിങ്ങളുടെ ഭാര്യ? നേരെ തലമറച്ച് നടക്കാൻ നിങ്ങൾ പറഞ്ഞാൽ അനുസരിക്കാത്ത ഭാര്യയാണോ നിങ്ങളുടെ ഭാര്യ? അത് പറ്റുമോ ഇസ്ലാമിൽ? അങ്ങനെ അർരിജാലു ഖവ്വാമുന അലൻ നിസാ, മേൽനോട്ടം പുരുഷനാണ് എന്ന് പറഞ്ഞത് അടിച്ചമർത്താൻ അധികാരമുണ്ട് എന്നല്ല, മറിച്ച് അധികാരമുണ്ട്. നിനക്ക് അവളോട് പറയാം. ദീനാണ് പറയുന്നത്. ഇനി സ്ത്രീകൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ഭർത്താവ് പറയാണ് കല്യാണമുണ്ട് കുടുംബത്തിൽ, എൻ്റെ മുഖമക്കനെയും സലഫി മഫ്തിയും ഒന്നും വേണ്ട, തട്ടൊന്നും നേരെ ചുറ്റിട്ടൊന്നും ഇടാൻ പറ്റില്ല. അനുസരിക്കേണ്ട ആവശ്യമില്ല. ഭർത്താവിന് അനുസരിക്കേണ്ട ആവശ്യമില്ല. അള്ളാഹ്ക്കെതിരെ എപ്പോൾ പറഞ്ഞോ ഭർത്താവ് അനുസരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളെ ഭർത്താവ് വരെ അനുസരിക്കേണ്ട ആവശ്യമില്ല. അതല്ലാത്ത എന്തു പറഞ്ഞാലും ഭർത്താവിന് അനുസരിക്കണം. പടച്ചവനെതിരാവാത്ത ഏത് വിഷയം, ഒരു ഗംഭീരമായ കല്യാണം കുടുംബത്തിൽ നടക്കുക, പക്ഷെ ഭർത്താവിന് ഇഷ്ടമല്ല കല്യാണത്തിന് പോകുന്നത്, പോവാതിരിക്കണം എന്നാ പണ്ഡിതന്മാർ പറഞ്ഞത്. എന്തോ നിനക്ക് അപകടമുണ്ടാക്കുന്ന, അല്ലെങ്കിൽ അയാൾക്ക് ഇഷ്ടപ്പെടാത്ത എന്തോടെ നടക്കുന്നുണ്ട്, അയാൾ ദീനിയാണ്. ഭർത്താവ് പറയാണ് എനിക്കിഷ്ടമല്ല ആ കല്യാണത്തിന് പോകുന്നതെന്ന് പറഞ്ഞാൽ പോവണ്ടെന്നാ പണ്ഡിതന്മാർ പറഞ്ഞത്. എന്നാൽ അള്ളാഹുവിനെതിരെ നിന്റെ ഭർത്താവ് പറഞ്ഞാലോ അനുസരിക്കരുത്. സ്ത്രീകൾ കഞ്ചാവും മയക്കുമരുന്നും കള്ളും കുടിക്കുന്ന കാല, ഭർത്താവ് പറയാ കുടിക്കണോ? പാടില്ല. ഭർത്താവ് പറയാണ് ഈ വേഷം എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് നീ ഓപ്പൺ ചുരിദാറിട്ട് ഷാളൊക്കെ ഇട്ട് നടക്കണ ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഭർത്താവിന് അനുസരിക്കേണ്ട ആവശ്യമില്ല. നിസ്കരിക്കരുത് തന്നെ അനുസരിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് സ്ത്രീകൾ മനസ്സിലാക്കുക. നിങ്ങൾ എപ്പോഴും കേൾക്കുന്ന ഒരു ഹദീസുണ്ട്, സ്ത്രീകളെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കാസിയാത്തുൻ ആരിയാത്തുൻ മുമൈലാത്തുൻ മായിലാത്തുൻ റൂസുഹുന്ന കഅസ്നിമത്തിൽ ബുഖത്തിൽ മായില. വേഷം അണിഞ്ഞിട്ടും അണിയാത്ത സ്ത്രീകൾ, കുപ്പായ ഇട്ടിട്ടുണ്ട് ഇടാത്തവരെ പോലെയാണ്, തട്ടിട്ടിട്ടുണ്ട് ഇട്ടതും ഇടാത്തതും തുല്യമാണ്. അവരുടെ നടത്തം ചാഞ്ഞും ചെരിഞ്ഞുമാണ്. മുമീലാത്തുൻ മായിലാത്തുൻ, ഇങ്ങനെ ചാഞ്ഞും ചെരിഞ്ഞുമാണ് നടക്കുക. അള്ളാഹു കാലിന് വൈകല്യം കൊടുത്തതല്ല, അങ്ങനെ നടക്കണേ ആളുകൾ ശ്രദ്ധിക്കാൻ വേണ്ടി കാട്ടിക്കുട്ടലുകളാണ്. എന്നിട്ട് പ്രവാചകൻ പറയുന്നു റൂസുഹുന്ന കഅസ്നിമത്തിൽ ബുഖത്തിൽ മായില, അവരുടെ തല ആടിക്കളിക്കുന്ന ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെയാണ്. ലാ യദ്ഖുൽനൽ ജന്ന, അവർ സ്വർഗ്ഗത്തിൽ കടക്കുകയില്ല. വലാ യജിദ്ന റീഹഹ, സ്വർഗ്ഗത്തിന്റെ സുഗന്ധം പോലും അവർക്ക് അനുഭവിക്കാൻ കഴിയില്ല. ആരാ പറഞ്ഞത്? മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഈ ഖുതുബയിൽ നിങ്ങൾ കേട്ട കാര്യം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക.